ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ബ്ലെസ്സി. ഞാൻ ബെൽജിയത്തിൽ കെയർ ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യണം. ഞാൻ ബെൽജിയത്തിൽ വന്നിട്ട് ഇപ്പോൾ 1 ഇയറും 8 months ആയി. ആക്ച്വലി ഫസ്റ്റ് ഞാനിവിടെ സ്റ്റുഡൻറ്റ് ആയിട്ടാണ് വന്നത്. പക്ഷേ ഞാൻ വർക്ക് കെയർ വിസയിലാണ് വന്നതെങ്കിൽ പോലും ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ട് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒരു 1 ഇയർ ഡിപ്ലോമ കോഴ്സായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ ജനുവരിയിൽ 2026 ഞാൻ ഇവിടെ നേഴ്സായിട്ട് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യണേന്. അപ്പോൾ എനിക്കൊരാഗ്രഹം നിങ്ങളോട് എൻ്റെ ലൈഫും വർക്കും എങ്ങനെയാണ് ഇവിടെ ബെൽജിയത്തിൽ ഞാൻ എങ്ങനെ മൂവ് ഓൺ ചെയ്യണമെന്നുള്ളതൊക്കെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയിങ് മൈ വീഡിയോ. ഞാൻ ഓൾറെഡി BSc നേഴ്സിംഗ് കംപ്ലീറ്റ് നാട്ടിൽ ചെയ്ത ഒരാളാണ്. ആൻഡ് 1.5 year വർക്ക് ചെയ്തു. അത് കഴിഞ്ഞാണ് ഒഡേപെക് എന്ന ഗവൺമെൻറ് ഏജൻസി ത്രൂ ഞാനിത് അപ്ലൈ ചെയ്തത്. ആൻഡ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് സെലക്ഷൻ കിട്ടി. സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. നമുക്ക് 1.5 year ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. കാരണം 6 months നമ്മൾ നാട്ടിൽ ഡച്ച് പഠിക്കും. കാരണം ഇവിടുത്തെ ലാംഗ്വേജ് ഡച്ചാണ്. നമ്മൾ പ്രത്യേകിച്ച് നേഴ്സുമാരായതുകൊണ്ട് എല്ലാ ലാംഗ്വേജും പഠിക്കണം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ 6 മാസം ഡച്ച് പഠിച്ച ശേഷമാണ് നമ്മൾ ബെൽജിയത്തിലേക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ബെൽജിയത്തിലെ ട്യൂട്ടേഴ്സ് നാട്ടിൽ വന്ന് അവർ നമ്മളെ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് 6 months നമ്മൾ കംപ്ലീറ്റ്ലി ട്രെയിനിങ് ശേഷം അവർ ബാക്കി നമ്മുടെ ക്ലാസ് ഇവിടെ ഒരു 2 months ഒരു ലാംഗ്വേജ് ക്ലാസ്സും കൂടി എക്സ്ട്രാ തരും. അത് കഴിഞ്ഞ് ഇവരുടെ നേഴ്സിംഗ് ഡിപ്ലോമയുടെ കോഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പിന്നീട്. 1 year പെട്ടെന്ന് പോകും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രെസ് ഉണ്ടാകും. കാരണം 3 ഇൻറ്റേൺഷിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ സ്റ്റഡീസ് വർക്ക് എല്ലാം കൂടി ആകുമ്പോൾ നമ്മളാകെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എങ്കിലും നമുക്ക് ഇങ്ങോട്ട് ഒരു സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ട്. നമുക്ക് വർക്കിംഗ് അവേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇവിടെ ജീവിച്ച് പോവാം. സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് മറ്റ് കൺട്രീസിനെ പോലെ നമുക്ക് പാർട്ട് ടൈം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കംപ്ലീറ്റ്ലി നമ്മളിതിൽ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. കാരണം പഠിത്തം വർക്ക് എന്ന് വിചാരിച്ചാൽ നമ്മളുടെ ഇൻറ്റേൺഷിപ്പ്, അതായത് ഹോസ്പിറ്റൽ, കെയർ ഹോം, പിന്നെ വീട്ടിൽ, അതായത് നേഴ്സിംഗ് ഹോം നേഴ്സായിട്ട് പോവുക. ഇതാണ് നമ്മളെ 3 ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പാർട്ട് ടൈം ജോലിക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ്ലി നമ്മളിതിന് ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആരും ഇത് ഡ്രോപ്പ് ചെയ്യാതിരിക്കുക. കാരണം ബെറ്റർ നമുക്ക് നല്ലൊരു ലൈഫ് അത് കഴിഞ്ഞാൽ 1 year കഴിഞ്ഞുണ്ട് എന്ന് ഓർത്തിട്ട് വർക്ക് ചെയ്യണം. ഇവരുടെ റിക്വയർമെൻറ്റ്സിൽ മെയിനായിട്ട് കുറേ കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നത് പറഞ്ഞാൽ OET IELTS. കാരണം നമുക്കറിയാം മോസ്റ്റ്ലി അല്ലാത്ത കൺട്രീസിലൊക്കെ B ലെവൽ വേണം, അല്ലെങ്കിൽ 7 points ലൈക്ക് 7 IELTS വേണം എന്ന് പറയാം. പക്ഷേ ഇവിടെ നമുക്ക് സ്കോർ ഭയങ്കര കുറവ് മതി. 6 അല്ലെങ്കിൽ 6.5 അല്ലെങ്കിൽ അതിൽ താഴെ സ്കോർ കിട്ടിയ C+C കിട്ടിയാലും അങ്ങനെ നമുക്ക് അവർ സെലക്ഷൻ ചെയ്യും. പിന്നെ ഇൻ്റർവ്യൂ കിട്ടുന്ന പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം. പിന്നെ എക്സ്പീരിയൻസ് ഇപ്പോൾ GNM ഉണ്ട്, BSc ഉണ്ട്. അപ്പോൾ GNMകാർക്ക് മിനിമം എനിക്ക് തോന്നുന്നു 3 year എന്തോ ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ക്രൈറ്റീരിയ പക്ഷെ മാറി. ഇത് ഇപ്പോൾ ഞാൻ വന്നത് ഇവിടുത്തെ 4th year പ്രൊജക്റ്റിലാണ്. ഇനിയും വരുന്ന ബാച്ച് ഉണ്ട് ജനുവരിയിലേക്ക്. അത് കഴിഞ്ഞ് അവർ വേറെ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ കണ്ടിന്യൂസ് ഇതുപോലെ നോക്കിക്കൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് എവിടെയാണ് ചാൻസ് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഈ കെയർ ഹോമിലാണെങ്കിലും എൻ്റെ വിസ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 year കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറാവുന്നൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ബെറ്റർ നമ്മൾ കെയർ ഹോമിൽ നിൽക്കുന്നത്. കാരണം നമ്മളൊരു ഇൻറ്റേൺഷിപ്പിൻ്റെ കൂടുതലും നമ്മൾ കെയർ ഹോമിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം അവിടെ ഒരു ഐഡിയ കിട്ടുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ ആകെ ഒരു 1 month നിൽക്കുന്നുള്ളൂ. പക്ഷേ ആ 1 monthനുള്ളിൽ നമ്മൾ ഒന്നും സെറ്റാകാൻ പോകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ കെയർ ഹോമിൽ നിൽക്കുന്നത്. കാരണം ഇവിടെ ആകുമ്പോൾ നമുക്ക് പിന്നെയും പരിചയമുള്ളവരായി, അല്ലെങ്കിൽ നമുക്ക് പേഷ്യൻസിനെയൊക്കെ അറിയാം, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി പേരുണ്ട്. ഹോസ്പിറ്റലിൽ പോലെ അല്ല. അപ്പോൾ നമുക്ക് അത്ര ഹോസ്പിറ്റലിനെക്കാളും സ്ട്രെസ് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ നല്ലത് ബെറ്റർ ഇവിടെ കെയർ ഹോമിൽ വർക്ക് ചെയ്യേണ്ടതായിരിക്കും. ഇവിടെ റെൻറ്റ് അത്യാവശ്യം നല്ല റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ അത് എത്ര വില്ലേജ് ഏരിയ എന്ന് പറഞ്ഞാലും
സിറ്റിയിലേക്കാണെങ്കിലും ഏകദേശം സെയിം റേറ്റൊക്കെ തന്നെയാണ് വരുന്നത്. ഇപ്പം ഞാൻ താമസിക്കുന്നതാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, പക്ഷേ എങ്കിൽ നമുക്ക് ഫുഡ് വൗച്ചേഴ്സ് അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റെൻ്റ് ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ബെനഫിറ്റ് ഉള്ളതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം മറ്റൊരു വീഡിയോയിൽ പറയാം. ഒറ്റ വീഡിയോയിലായിട്ട് ഞാൻ തീർക്കുന്നില്ല, പിന്നെയും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും ടേക്ക് കെയർ, ബൈ.